അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മൗനികളെ. മരണവാർത്തയാണ്, എല്ലാവരും ദുആ ചെയ്യണം. ഇതുപോലെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ്. പ്രവാസ ലോകത്ത് നിന്നും വന്നിരിക്കുന്നത് ഏറെ വേദനിപ്പിക്കുന്ന 3 മരണവാർത്തകളാണ്. ഉറക്കത്തിൽ മരണപ്പെട്ടുപോയ ഈ ഒരു പൊന്നുമോന് പ്രവാസ ലോകത്തെയും ആ നാടിനെയും ഏറെ കണ്ണീരിലായിത്തിരിക്കുകയാണ്. പടച്ചറബ്ബ് ആ കുടുംബത്തിന്, പൊന്നുമോന്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. കോഴിക്കോട് കുറ്റ്യാടി വളയന്നൂർ സ്വദേശി കാരപ്പാറ ജാഫർ സഫീന ദമ്പതികളുടെ മകൻ ഫനാൻ മുഹമ്മദാണ് മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 17 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഖത്തറിൽ വെച്ചാണ് മരണപ്പെടുന്നത്. പൊന്നുമോൻ ചൊവ്വാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്നതായിരുന്നു. അതൊരിക്കലും ഉണരാത്ത ഉറക്കമായി മാറി. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. ദോഹ ഖത്തറിലായിരുന്നു താമസവും പഠനവും. +2 വിദ്യാർത്ഥി ഫനാൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ആ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യണം. മക്കളുടെ മരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ആ മാതാപിതാക്കളുടെ വേദന, പടച്ചറബ്ബേ, ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണമേ റബ്ബേ. നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. കുടുംബത്തോടൊപ്പം ഖത്തറിലായിരുന്നു ഈ പൊന്നുമോന് താമസിച്ചിരുന്നത്. എന്ത് ചെയ്യാം, പടച്ചറബ്ബിന്റെ വിധി. പടച്ചറബ്ബിന്റെ വിധിയെ നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കില്ലല്ലോ. പടച്ചറബ്ബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ. 16 വർഷമായി പ്രവാസ ലോകത്ത് ജീവിക്കുന്നു. ദീർഘകാലത്തെ പ്രവാസത്തിന് ശേഷം ഉറ്റവരെയും ഉടയവരെയും കാണാനുള്ള സന്തോഷത്തിൽ നാട്ടിലേക്ക് തിരിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ മരണപ്പെട്ടു പോവുകയാണ്. യാ അല്ലാഹ്, വല്ലാത്തൊരു വിധിയായിപ്പോയി. മുഹമ്മദ് മുസ്തഫ എന്ന ഈ 43 വയസ്സുകാരൻ പ്രവാസ ലോകത്ത് ജീവിച്ച് പ്രവാസ ലോകത്ത് നിന്ന് തന്നെ മരണപ്പെട്ടു. അവധിക്ക് നാട്ടിൽ വരാനുള്ള ഒരുക്കത്തിലായിരുന്നു. ആ ഒരു സന്തോഷത്തിലായിരുന്നു ഈ മലപ്പുറം സ്വദേശി ജിദ്ദയിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോയത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വേങ്ങര കിളിനക്കോട് പുത്തൻ മാവുങ്ങൽ മുഹമ്മദ് മുസ്തഫയാണ് മരണപ്പെട്ടത്. 43 വയസ്സ്. ജിദ്ദ ഈസ്റ്റ് ആശുപത്രിയിൽ ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത്. 16 വർഷത്തോളമായി മുഹമ്മദ് മുസ്തഫ പ്രവാസിയായി ജീവിക്കുന്നു. ഇന്ന് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി മരണം സംഭവിച്ചത്. ആ കുടുംബത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. പടച്ചറബ്ബ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. മകന് വേണ്ടി കാത്തു നിന്നിട്ടുണ്ടാവില്ലേ? ഭർത്താവിന് വേണ്ടി കാത്തു നിന്നിട്ടുണ്ടാവില്ലേ? മക്കൾ ഉപ്പയെ കൊതിയോടെ കാത്തു നിന്നിട്ടുണ്ടാവില്ലേ? പടച്ചറബ്ബേ, ആ കുടുംബത്തിന് നീ സമാധാനം നീ കൊടുക്കണേ റബ്ബേ. മുഹമ്മദ് മുസ്തഫ ഉത്തൻ മാവുങ്ങൽ മൂസയുടെയും കദിയാമ കുട്ടിയുടെയും മകനാണ്. സുമയാണ് ഭാര്യ. 2 മക്കളുമുണ്ട്. പടച്ചറബ്ബ് ആ കുടുംബത്തെ സംരക്ഷിക്കുമാറാകട്ടെ. പടച്ചറബ്ബേ, നാളെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. നീ തന്നെ അവരെ സംരക്ഷിക്കണേ റബ്ബേ. ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, മരണപ്പെട്ട മുഹമ്മദ് മുസ്തഫ എന്നവർക്ക് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണേ റബ്ബേ. പടച്ചറബ്ബേ, പ്രിയപ്പെട്ടവരെ കാണാനുള്ള തിടക്കത്തിലായിരുന്നു റബ്ബേ. ആ ഒരു നേരത്തായിരുന്നു റബ്ബേ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്നത്. അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. അബ്ദുൽ റഹ്മാൻ എന്ന ഈ 55 വയസ്സുകാരനും മരണപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാസിയായിരുന്നു. കഴിഞ്ഞ 12 വർഷമായി ജിദ്ദയിൽ ജോലി ചെയ്തു വരുന്നു. മകളുടെ കല്യാണമായിരുന്നു സ്വപ്നം. 12 വർഷത്തെ കഷ്ടപ്പെട്ട പ്രവാസ ജീവിതം കുടുംബത്തിന് വേണ്ടിയായിരുന്നു, മക്കൾക്ക് വേണ്ടിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മരണം നമ്മളെയൊക്കെ തളർത്തിയ മരണമായിരുന്നു. മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, അത് അവരുടെ കല്യാണ ദിവസം. അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന മകളുടെ നിക്കാഹിന് പങ്കെടുക്കാൻ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു, ഏറെ സന്തോഷത്തിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, മകളുടെ വിവാഹത്തിന് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് ഈ ഒരു വണ്ടൂർ സ്വദേശിയായ അബ്ദുൽ റഹ്മാൻ എന്ന 55 വയസ്സുകാരൻ ജിദ്ദയിൽ വെച്ച് മരണപ്പെട്ടു പോകുന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാടിനെയും പ്രവാസ ലോകത്തെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തി. മലപ്പുറം വണ്ടൂര് അയനിക്കോട് സ്വദേശിയാണ് അബ്ദുൽ റഹ്മാൻ. ജിദ്ദ സനാബിൽ വെച്ചാണ് മരണപ്പെടുന്നത്. 12 വർഷം പ്രവാസിയായ ഇദ്ദേഹം മകളുടെ കല്യാണത്തിന് നാട്ടിൽ വരാനിരിക്കെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതുപോലുള്ള മരണം പ്രവാസികൾക്ക് നിത്യേന നടന്നു വരുന്നതാണ്. പടച്ചറബ്ബ് നമ്മുടെ പ്രവാസികളൊക്കെ കാക്കുമാറാകട്ടെ. നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. നമ്മുടെ പ്രവാസികളൊക്കെ നീ കാക്കണേ റബ്ബേ. അങ്ങനെ പ്രവാസ ലോകത്ത് ജീവിച്ച് പ്രവാസ ലോകത്ത് നിന്ന് തന്നെ മരണപ്പെട്ടു. അവിടെ തന്നെ കബറടക്കുകയും ചെയ്തു. മയ്യത്ത് ജിദ്ദയിൽ തന്നെ കബറടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പടച്ചറബ്ബ് അവർക്ക് മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറബ്ബ് അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കുമാറാകട്ടെ.
പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, ഈ മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ, നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെയൊക്കെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. അവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. നിന്റെ ഒരു നോട്ടം അവരിൽ ഉണ്ടാകണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. മാരകമായ രോഗത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. മക്കൾ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. മരണപ്പെട്ടു പോയ പൊന്നു മക്കളുടെ ഖബർ നീ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.